വിദ്യാർത്ഥി സമരം നടന്ന കോതമംഗലം എം.എ. കോളേജിൽ ക്ലാസുകൾ ഇന്ന് പുനരാരംഭിക്കും. ആഭ്യന്തര അന്വേഷണ സമിതി കോളേജ് ഇന്ന് പ്രഖ്യാപിക്കും. അതേസമയം വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നേക്കും. മരിച്ച മിച്ചി മർപ്പുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് അടക്കം 12ഓളം ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുൻപോട്ട് വെച്ചത്. അവയെല്ലാം അംഗീകരിച്ചതായി മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് രേഖാമൂലം എഴുതി നൽകിയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നവമി, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കോതമംഗലത്ത് എം.എ. കോളേജിൽ ക്ലാസുകൾ ഇന്ന് പുനരാരംഭിക്കുന്നത്. മാനേജ്മെന്റും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു ധാരണയിലെത്തി എന്നല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഗുഡ് മോർണിംഗ് സാർ. കഴിഞ്ഞ 3 ദിവസമായി കോളേജിൽ വലിയ പ്രതിഷേധമായിരുന്നു, സമരമായിരുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അവർ 12 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതിൽ ഈ മരിച്ച വിദ്യാർത്ഥിയായിട്ടുള്ള മിസി മർപ്പുവിന്റെ കുടുംബത്തിന്, അരുണാചൽ പ്രദേശ് സ്വദേശിയാണ്, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ പ്രധാനമായും ഉന്നയിച്ചത്. എന്തായാലും അതെല്ലാം അംഗീകരിക്കാൻ കോളേജ് തീരുമാനിച്ചിരിക്കുകയാണ്. പേപ്പറിൽ എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ. ഈ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കാമെന്ന്. 12 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും ഉന്നയിച്ചത്. അതിൽ 12ഉം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഒരു അന്വേഷണ സമിതിയെ ഏർപ്പെടുത്തും. അത് ആരൊക്കെയാണ് അതിൽ അംഗങ്ങൾ എന്നുള്ളതിൽ ഇന്ന് വ്യക്തത വരും. എന്തായാലും ഇന്നു മുതൽ ക്ലാസ് പുനരാരംഭിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇന്ന് ക്ലാസ്സിലേക്ക് എത്തുമെന്ന് ഉറപ്പും വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ അന്വേഷണ സമിതിയിൽ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതും അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉണ്ടാകുന്നത്, ഈ അന്വേഷണത്തിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാകുക, അതിൽ വിദ്യാർത്ഥികളും ഉണ്ടാകും. ഒപ്പം പ്രിൻസിപ്പൽ ഈ അന്വേഷണ സമിതിയിൽ ഉണ്ടാകരുത് എന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും പ്രിൻസിപ്പലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഇടപെടലും നടത്തില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ HODയും ഈ സമിതിയിൽ ഉണ്ടാകരുത്, KTO കോർഡിനേറ്ററിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നീ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു അന്വേഷണ സമിതിയായിരിക്കും, അല്ലെങ്കിൽ ഇവരില്ലാത്ത വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സമിതിയായിരിക്കും രൂപീകരിക്കുക. അവരായിരിക്കും ഇനി അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതരായിട്ടുള്ളവർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ നടന്ന ചർച്ചയിലെ അവസാനമായി പറഞ്ഞു വെക്കുന്നതും. എന്തായാലും വിദ്യാർത്ഥികളെല്ലാം ഇക്കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധം, ഈ ഇയർ ബാക്കുമായി ബന്ധപ്പെട്ട് വലിയ മാനസിക സമ്മർദ്ദമാണ് ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി നേരിട്ടത് എന്നൊരു ആരോപണമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായി വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.